ഹലോ. അപ്പോൾ എല്ലാവരും നവരാത്രിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ തീർക്കായിരിക്കും അല്ലേ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. നവമിയുടെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇന്നാണ് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നവമിയുടെ കുറച്ച് വിശേഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കണ്ണൂരിലൊക്കെ മെയിനായിട്ട് കണ്ണൂർ ദസറയാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളും ഗാനമേളയും തേരും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ നവമി മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തവണ നവമി ആഘോഷിച്ചത് തൃശ്ശൂർ പൂങ്കുന്ന എന്ന സ്ഥലത്താണ്. ഇവിടെ ആഘോഷങ്ങൾ കുറവാണ്, മറിച്ച് ഇവിടെ മെയിനായിട്ട് നവമിയുടെ പ്രാർത്ഥനകളും പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ എല്ലാ ബ്രാഹ്മിൺസിൻ്റെ വീടുകളിലും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റിയ ബൊമ്മക്കുലുവാണ്. അതായത് ബൊമ്മക്കുലു എന്ന് പറഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ദൈവങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ പ്രതിമകൾ അവരുടെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ട് അവർ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കും. ആഴ്ചയിൽ അവർ ഓരോ ഏരിയയിൽ ഓരോരോ ആൾക്കാരെ ക്ഷണിച്ചിട്ട് അവർക്ക് ആ സമയത്ത് പ്രസാദം പോലെ പായസവും, അതുപോലെ സുമംഗലികളാണെങ്കിൽ സിന്ദൂരവും കുപ്പിവളയും ചരടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ പ്രസാദമായിട്ട് നൽകുക. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. 10 ദിവസവും നവമിയുടെ ഈ വ്രതം എടുക്കുന്ന 10 ദിവസങ്ങളിൽ ഈ ബൊമ്മക്കോലും ഇവരിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബൊമ്മക്കുലു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കിട്ടുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മുല്ലപ്പൂ, സിന്ദൂരച്ചെപ്പ്, അങ്ങനെ വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ കോലമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മനുഷ്യന്മാരാണ്. പിന്നെ മുകളിലേക്ക് അവതാരങ്ങൾ, ദൈവങ്ങൾ, ഏറ്റവും മുകളിൽ ദേവിയുടെ പല ഭാവങ്ങൾ. ദേവിയൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി മുകളിലാക്കുക. പിന്നെ ഓരോ വർഷം പുതിയത് വേണമെന്ന് പറയുന്നത്. ഇത് ടീച്ചറാണ്, ധനമിസ്. എനിക്കിതിലൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് ടീച്ചർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഈ ബൊമ്മക്കുലു അറേഞ്ച് ചെയ്യുന്നതിനും കണക്കുകളുണ്ട്. ദേവീഭാവം ഏറ്റവും മുകളിൽ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ദേവഗണം, മനുഷ്യഗണം, അങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്യുന്നതിലും പ്രത്യേകം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാർത്തികേയൻ, 5 താമരകളിൽ വിരിഞ്ഞ കാർത്തികേയൻ, അങ്ങനെ പല കഥകളും ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പം നവമിയുടെ പിറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരം നേടും. അതായത് ഒരു പുരുഷനാൽ ഒരിക്കലും വധിക്കപ്പെടില്ല എന്നുള്ളത്. അങ്ങനെ മഹിഷാസുരൻ ദേവലോകവും എല്ലാം തകർത്ത് തെരിപ്പണാക്കിക്കൊണ്ട് ദേവന്മാരും ദൈവങ്ങളും ത്രിമൂർത്തികളൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആദിപരാശക്തിക്ക് രൂപം നൽകുകയും അങ്ങനെ ആദിപരാശക്തി 10 ദിവസങ്ങളിൽ തീർത്ത യുദ്ധങ്ങളിൽ മഹിഷാസുരനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ദേവഗണങ്ങൾ മുഴുവൻ ദേവിയുടെ കൂടെ തപസ്സിരിക്കുകയും വ്രതം എടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ 10 ദിവസം എല്ലാവരും വ്രതം എടുക്കുന്നതും. 10ാമത്തെ ദിവസം ദേവി മഹിഷാസുരനെ, ദുർഗാദേവി മഹിഷാസുരനെ വധിക്കുകയാണ് ചെയ്യുന്നത്. നന്മയുടെ മേൽ, അതായത് തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയമാണ് വിജയദശമിയായിട്ട് ആഘോഷിച്ചു പോയിരുന്നത്. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ബൊമ്മക്കൊലുവിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ഓരോ ദേവഗണങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ബൊമ്മക്കൊലുവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പം വേറൊരു വീടാണ്. ഇവിടെ കുറച്ചുകൂടി വിപുലമായിട്ട് ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുണ്ട്. പല അമ്പലങ്ങളുടെ ചരിത്രങ്ങളും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും, ആറ്റുകാൽ പൊങ്കാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.